പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ,
കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എന്നിപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. നമ്മളിന്ന് ഉടമ്പടി ഉപയോഗിക്കുന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ, നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന്. അതിന് നേരത്തെ നാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ദൈവ പരിപാലന എന്നാണ്, പ്രൊവിഡൻസ്. അത് സാധാരണ ആൾക്കാർ അങ്ങനെ പറയണം, എന്നുവെച്ചാൽ ഡിവോയിഡ് ഓഫ് എനി ഫിസിക്കൽ മെറിറ്റ്സ്. അവരുടെ ജീവിതത്തിൽ ഒരു ഭൗതികമായ ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ വരുമ്പോൾ, എന്നിട്ടും അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ പറയണതാണ് ഇത് ദൈവപരിപാലനയാണെന്ന് പറയും. ദൈവപരിപാലന എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ദൈവപരിപാലന എന്ന് പറയണതും ഇന്ന് കൃപയെന്ന് പറയണതും ഈ രണ്ടും കണ്ടൻറ്റ് വൈസ് ഒന്നാണ്. പിന്നെ ആപ്ലിക്കേഷൻ വൈസ് ദൈവപരിപാലന ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ഏകപക്ഷികമായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കൃപ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തിന് നീതീകരിക്കുന്ന ഗാഠമായ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പദ്ധതി അനുസരിച്ചുകൊണ്ട് ദൈവപ്രസാദം കൂടാനുള്ള സാധ്യതയുണ്ട്. കാര്യത്തെ കൃപ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലാണ്. അങ്ങനെ പറയണത്. കൃപയെ പറഞ്ഞപ്പോൾ മേൽകൃപയെന്നും കൂടി വാക്ക് പറഞ്ഞായിരുന്നു. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുക. അപ്പൊ ഈ കഴിവാണ് കൃപയായിട്ട് പിന്നീട് യോഹന്നാൻ 1:12 കഴിവെന്ന് പറഞ്ഞ സംഭവമാണ് ശരിക്കും പറഞ്ഞ യോഹന്നാൻ 1:16 കൃപയെന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ പവറാണ് ശരിക്കും. ഇത് നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പം സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാമല്ലോ. ചില ആൾക്കാർക്ക് കൃപ കുറവും, കുറച്ച് പേർക്ക് കൂടുതലും വരാൻ കാര്യം എന്താണ്? അത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ വ്യക്തിക്ക് ഇപ്പോൾ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഒരേ റിസൾട്ട് അല്ലല്ലോ. ഇന്നൊരു സാക്ഷ്യമുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം സ്പെയിനിലാണ് വർക്ക് ചെയ്യണത്. അവിടെയൊക്കെ ചെന്ന് അദ്ദേഹം ആ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം ജോലി അദ്ദേഹം കിട്ടണില്ല. 54 വയസ്സായിട്ടുണ്ട്. ഇയാൾ ചെയ്യണ വർക്കെന്ന് പറയണത് ഇപ്പം അത് ജോലി കിട്ടിയോണ്ട് അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞത്. അല്ല, വർക്ക് എന്ന് പറയണത് ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് സ്പാനിഷ് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്തിനാണ്? ഇയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി സ്പെയിൻകാരുണ്ട്. അപ്പോൾ ഈ സ്പാനിഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എന്താ ചെയ്യണത്? ഇങ്ങേർക്ക് മുറി സ്പാനിഷ് അറിയാൻ പാടുള്ളൂ. ആ അറിയാവുന്ന സ്പാനിഷ് വെച്ചുകൊണ്ട് ഇയാൾ കൃപാസനം എന്ന് പറയുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷീകരണ സ്ഥലമാണ്. അതിലേക്ക് ഒത്തിരിയേറെ മനുഷ്യർ കടന്നു വരുന്നുണ്ട്. നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. ഈ പത്രം തരുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് ഈ സ്പാനിഷ് ഭാഷയിൽ ഈ പത്രത്തിൽ എഴുതി വെച്ചിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതി വെച്ചിട്ടാണ് ഓരോരുത്തർക്കും പത്രം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് കാണിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, സിൻസിയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാലും നമുക്കൊരു സൈദ്ധാന്തിക ഐഡിയോളജിക്കൽ ഫെയ്ത്ത് കാണാം. പക്ഷേ ഈ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല. പുല്ല് തിന്നുന്ന പശു എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് പുറത്തുള്ള പശുവാണ്. അതെന്ന് വെച്ചാൽ മിക്കവാറും പ്രവർത്തികളാണ് വരണത്. പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കൊണ്ട് ഈ കഴിവ് വർദ്ധിക്കും. ഉടമ്പടി നമ്മൾ ചെയ്യണ ഇതാണ്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞില്ലേ. ആ കഴിവ് തന്നെയാണ് 1:16 വരുമ്പോൾ കൃപയായിട്ട് നമുക്ക് യോഹന്നാൻ വിശദീകരിച്ച് തരണത്. അപ്പോൾ ഈ കഴിവ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഈ സ്പെയിൻകാരന്, ഇപ്പോൾ ഈ മലയാളി സ്പാനിഷ് ചെന്നിട്ട് ആ സ്പെയിൻ ഭാഷ പഠിച്ചിട്ടു കൃപാസനം പത്രം സ്പെയിൻകാർക്ക് കൊടുക്കുമ്പോൾ
സ്പാനിഷ് ഭാഷയിൽ കൃപാസനത്തെയും കൃപാസനം മാതാവിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തോണ്ട് കൊടുക്കുകയാണ്. അയാളുടെ ജോലി അയാൾ പറഞ്ഞു കേൾക്കണം. അയാൾ പറയണ എൻ്റെ ഈ പ്രായത്തിന് ഞാൻ ചിന്തിക്കാത്ത അത്രയും ശമ്പളത്തിലാണ് അമ്മ എന്നെ പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെ പ്ലേസ് ചെയ്യാതിരിക്കും? കാര്യം കൃപയ്ക്ക് മേൽകൃപയല്ലേ വരണത്, മേൽകൃപയല്ലേ വരണത്. ഇതുകൊണ്ടാണ് ഈ ഇഡിയറ്റ്സിനോട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ മക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉടമ്പടി ചെയ്യാൻ. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഉടമ്പടി ചെയ്ത വർക്കുകൾ നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുക, ഒപ്പിച്ചുണ്ടാക്കുക, ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടുക, ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കരുത് എന്ന് വെച്ചാൽ. പക്ഷേ ഇതുപോലെ സത്യസന്ധമായിട്ട് ദൈവത്തിന് ഒരിക്കൽ നമ്മൾ സത്യസന്ധരാണെന്ന് തോന്നിയ കാര്യം, സത്യസന്ധനായ മനുഷ്യൻ എപ്പോഴും സത്യസന്ധനായിരിക്കും. അപ്പം അങ്ങനെ ഒരാളെ ദൈവത്തിന് ഒരിക്കൽ സത്യസന്ധനായി തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, മാനുഷികമായ എന്തെങ്കിലും കുറവ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഉടമ്പടി ഒന്ന് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. എന്നാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ്. ദൈവമാണെങ്കിൽ സത്യം എന്നല്ലേ ഈശോ പറഞ്ഞില്ലേ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞില്ലേ. അപ്പം ദൈവത്തിന് ഈ സത്യമുള്ള ഒരാളെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. സത്യമുള്ള ഒരാൾ. കാര്യം നമുക്ക് ഭയങ്കര പാടാണ് ഈ ഒരാളെ കിട്ടാൻ, ഒരു വലിയ പാടാണ്. ഈ മാതാവിനെ തന്നെ 4000 ലേഡീസിന് എത്രയോ 4000 കൊല്ലം എടുത്തിട്ടാണ് ഈ ലേഡീസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവസാനം കന്യാമറിയത്തിലേക്ക് ദൈവം വരണത്, ഈ വലിയ റിഡീം പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി. 4000 കൊല്ലത്തെ അഭിമുഖങ്ങൾ കഴിഞ്ഞിട്ടല്ലേ. കാര്യം ഇതിനൊരു മോഡലുണ്ടല്ലോ. ദൈവം ആദ്യമേ തന്നെ ഈ രക്ഷകൻ്റെ അമ്മയുടെ യോഗ്യത പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ. ആ ഒരാൾ പരുവപ്പെട്ട ഒരാളെ കിട്ടണമെങ്കിൽ 4000 കൊല്ലം എടുത്താൽ പറയണം. അപ്പോൾ ദൈവമാണെങ്കിൽ ഒരാളെ നമുക്കെപ്പോഴും മുമ്പ് നമ്മുടെ വിശ്വാസം ഉയർത്തുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഷോർട്ട് കട്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയുള്ള ഒരാളായി ദൈവത്തിന് മനസ്സിലാകണം. അത് ഭയങ്കര വിജയമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗേഹത്തിൽ ആര് വസിക്കുമൊക്കെ ചോദിച്ചിട്ട് കുറേ കാര്യം പറയുന്നില്ലേ. കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസം ഉറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. ഇതാണ് ഈ ഒരു സങ്കീർത്തനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഈ 15-ാം സങ്കീർത്തനം. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കഴിവ് ഇങ്ങനെ, ഇപ്പോൾ യോഹന്നാൻ 1:12 കഴിവ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ദൈവമക്കളെന്ന് പറഞ്ഞാൽ കഴിവ് നൽകിയെന്ന് പറഞ്ഞാൽ പലതരം മക്കളില്ലേ. കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്, കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയവരുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നേറ്റതൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഓർത്തേക്കണം. അപ്പം നല്ല കഴിവുള്ള മക്കളാകാൻ 15-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് നമ്മളെ തന്നെ പരുവപ്പെടുത്തിയെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആദ്യമായി എനിക്കിവിടെ അമ്മയുടെ സാക്ഷിയാകാൻ എനിക്കൊരു അവസരം തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദിയോടുകൂടി. എൻ്റെ പേര് ജിജി. ഞാൻ കായംകുളത്തിനടുത്തുള്ള ദേവികുളങ്ങര എന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പം ഞാൻ 2024 ഫെബ്രുവരി 10-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാനായി എത്തുന്നത്. ഒരുപാട് മാനസികമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇടയിൽ നിന്നുമാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഞാനൊരു നേഴ്സാണ്. ദേവികുളങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജോലിക്കൊരു സ്ഥിരതയില്ല. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മാതാവിനോട് ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ജോലിക്കൊരു സ്ഥിരത തരണം, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും സമാധാനവും ശാന്തിയും നിലനിർത്തി തരണം. ഇതിനുവേണ്ടി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി
ആ സ്ഥലത്ത് തന്നെ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ 12 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നിയിട്ട് എനിക്കെന്നാൽ വേറൊരു ജോലിയെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ്, നേഴ്സസ് പേജിൽ നിന്നൊരു ഓൺലൈൻ വഴിയാണ് ഞാൻ പല വേക്കൻസികളും നോക്കി. അതിൽ നിന്നും ഉചിതമായ കുറേ ആപ്ലിക്കേഷൻസുകളൊക്കെ അയച്ചു. പലയിടത്തു നിന്ന് റിപ്ലൈ വന്നെങ്കിലും എനിക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു മറുപടി എങ്ങും നിന്നും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 26-ാം തീയതി എനിക്ക് ഒരു ഏജൻസി വിളിക്കുന്നു. അവർ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പം അവിടെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 29-ാം തീയതി കോട്ടയത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഉചിതമായ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ചോയ്സ് ചെയ്യാം. അങ്ങനെ എനിക്ക് എളുപ്പം കോട്ടയം ആയത് കാരണം ഞാൻ കോട്ടയം ചോയ്സ് ചെയ്തു. സത്യത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ കാരണം ഇങ്ങനൊരു ഒരു ജോലിയിൽ ഇരിക്കുകയാണ്. അപ്പം വേറൊരു ജോലിയെപ്പറ്റി ഞാൻ വീട്ടിലൊന്നും പറയുന്നില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ ശ്രമിച്ചോളൂ, അത് പുറത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിലൊരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പുറത്തേക്ക് വിടാൻ പലയിടത്തു നിന്നും പല ബുദ്ധിമുട്ടുകളും പറയുന്നത് കാരണം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അടക്കി വെച്ച് ഞാൻ നാട്ടിൽ തന്നെ തുടരാം എന്നുള്ളൊരു രീതിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒരു വിഷമം കാരണം വീട്ടുകാരിൽ നിന്ന് സമ്മതം വന്നു, പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അതിനുവേണ്ടി ശ്രമിച്ചോളൂ എന്നുള്ളൊരു അനുമതി കിട്ടി. എങ്കിൽ പോലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. എൻ്റെ ചേച്ചി ഞാനും കൂടിയാണ് ഒരു ഞായറാഴ്ച ഇൻ്റർവ്യൂവിന് ചെന്നു. ഒരു പ്രതീക്ഷയും എനിക്കില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്കുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നത്. പക്ഷേ എന്നേക്കാൾ കഴിവുള്ളവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും എന്നേക്കാൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഓരോരുത്തരുടെയും ഒരു അപ്പിയറൻസും അവരുടെ ഒരു പെർഫോമൻസും ഒക്കെ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ ഇവരിൽ നിന്ന് ഒന്നുമല്ല, എനിക്ക് ഒരിക്കലും കിട്ടാൻ യാതൊരു യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ തന്നെ മനസ്സിൽ കരുതി. എങ്കിൽ പോലും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എങ്ങനെ ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊരു അത്ഭുതം എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ നിറഞ്ഞ വളരെ പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് അവിടെ. എങ്ങനെ എനിക്ക് എനർജി വന്നു, എത്ര ഞാൻ ആക്റ്റീവായി എന്നെനിക്കറിയില്ല. അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പറയാൻ അറിയുള്ളവർക്ക് മാത്രമുള്ള ഒരു ചാൻസ് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിലാണ്. പക്ഷേ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിഷ്പ്രയാസം ഒരു 1/4 മണിക്കൂറോളം തുടർന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്കെന്നെ മറുപടി പറയാനും ആ വന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി ഓഫർ ലെറ്ററും അവരുടെ ഒരുപാട് അപ്രീസിയേഷനും കൂടി എനിക്ക് ആ ഒരു ഓഫർ ലെറ്റർ ലഭിച്ചു. എനിക്കതിന് ഒരിക്കലും എൻ്റെ കഴിവല്ല, കാരണം അവിടെ സംസാരിച്ചത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനല്ല, കാരണം എനിക്ക് അത്രയും കഴിവില്ല. പക്ഷേ ആ ഒരു കഴിവ് എനിക്ക് നേടിത്തന്നത് എൻ്റെ മാതാവാണ്. എൻ്റെ മാതാവ് ആണ് എനിക്ക് വേണ്ടി സംസാരിച്ചതും ആ വാക്കുകളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞതും എൻ്റെ മാതാവാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ കഴിവൂടെ എനിക്ക് അങ്ങനെ കിട്ടി. പക്ഷേ അതിനുശേഷം ഒരുപാട് കടമ്പകളുണ്ട്. ഓഫർ ലെറ്റർ കിട്ടി എന്നും കാര്യം നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് പേപ്പർ വർക്കുകളും പിന്നെ പ്രോമെട്രി എന്ന് പറയുന്ന ഒരു എക്സാമും ഉണ്ട്. പ്രോമെട്രിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ എങ്ങനെ ഈ കടമ്പ കടക്കും? അതുകൊണ്ട് പ്രോമെട്രിയെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ പുസ്തകങ്ങൾ എടുത്ത് വെച്ചും ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും ഏജൻസി പറയുന്ന സമയമായിട്ടും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം ഒരു എക്സാമിന് തന്നെ 28,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. അപ്പോൾ ആ എക്സാം എനിക്ക് ഫെയിലായി കഴിഞ്ഞാൽ 2 പ്രാവശ്യം കൂടി എഴുതാം. പക്ഷേ എപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. എവിടെ നീ പൈസ കണ്ടെത്തും? അതുകൊണ്ടൊക്കെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വളരെയേറെ ഒരു ആദ്യത്തെ അറ്റൻഡിൽ തന്നെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുമോ അങ്ങനെയുള്ള സംശയമൊക്കെ കാരണം ഞാൻ എക്സാം എഴുതാതെ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് നടന്നു. പക്ഷേ ഏജൻസിക്കാർ എന്നെ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് എക്സാം എഴുതിയില്ലെങ്കിൽ ഈ ചാൻസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ തന്നെ എനിക്ക് വേണ്ടി ഒരു ഓഫ്ലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ആ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് 10 ദിവസം അവിടെ പോയി നിന്നു. ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനകളോട്, കാരണം കഴിവിനപ്പുറം എൻ്റെ കഴിവുകളൊന്നുമില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങിയ കുറേ കാലം കഴിഞ്ഞു, എൻ്റെ കഴിവുകളൊന്നുമില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാൽ മാത്രമേ ഈ ഒരു കടമ്പ കടന്നു കിട്ടാൻ പറ്റും 100% ഞാൻ വിശ്വസിച്ചു. കാരണം എനിക്ക് യാതൊരു മെറിറ്റും ഇല്ല, എല്ലാം മാതാവിൻ്റെ കഴിവ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനകളിലും അതിൻ്റെ കൂടെ തന്നെ
ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് അത്ഭുതങ്ങളായിരുന്നു. കാരണം പഠിച്ചിറങ്ങി ഫ്രഷ് ആയിട്ടുള്ള കുട്ടികൾ ഇരിക്കുമ്പോൾ അവരുടെ ഒപ്പം തന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു സമാധാനവും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ഒക്ടോബർ 19 ആയിരുന്നു പരീക്ഷ. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. 11 മണിയാണ് സമയം കിട്ടിയത്. രാവിലെ കായംകുളത്ത് നിന്നും 6:15 ഒരു ട്രെയിൻ കയറി അവിടെ രാവിലെ പ്രാർത്ഥന, ഞാൻ രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ട്രെയിൻ വരുന്നതിന് മുമ്പായിട്ട്, ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. ആ അടയാളം കണ്ടുകൊണ്ട് വേണേൽ എനിക്ക് പോകാൻ. ആ അടയാളം കണ്ടിട്ട് പോയാൽ എനിക്ക് ഉറപ്പാണ് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റും. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ട്രെയിൻ പോകാൻ സമയം വീട്ടുകാർ ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തിരി അണയ്ക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അടയാളം കിട്ടുന്നില്ല. ഞാൻ പക്ഷേ തിരി അണച്ച് തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എക്സാം നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റുമെന്ന്. എനിക്ക് ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് അവിടെ നിന്ന് കിട്ടി. തുടർന്ന് ഞാൻ പോകുന്ന വഴിക്കെല്ലാം ചൊല്ലിക്കൊണ്ട് നടന്നു. അവിടെ എക്സാം ഹാളിലെത്തിയപ്പോഴും വളരെ കോൺഫിഡൻസോടുകൂടി എനിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ചില സമയത്തൊക്കെ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും. ഞാൻ മാതാവിനോട് പറയും, മാതാവേ, എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടുന്നില്ല, നീ എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് എന്തോ മാജിക്ക് പോലെ ഒരു ഉത്തരം എനിക്ക് തെളിഞ്ഞു വരും. ഞാനത് ക്ലിക്ക് ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞു. ഞാൻ റിവൈസ് ചെയ്ത് നോക്കിയപ്പം ഞാൻ തെറ്റാണെന്ന് കരുതിയ പല ഉത്തരങ്ങളും അത് ശരിയായിട്ട് തന്നെ അത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകുന്ന സമയം, എന്ന് മുതൽ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ വരെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരു 96 എന്നൊരു നമ്പർ പലതവണ, 1 2 2 പല തവണ എനിക്ക് ആ നമ്പർ തെളിഞ്ഞു എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തരും. എനിക്ക് മാർക്ക് പാസ്സാകാൻ വേണ്ടി 60% മാർക്കാണ് വേണ്ടത്. പക്ഷേ 96 കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ 96% കിട്ടാനുള്ള യോഗ്യത എനിക്കുണ്ടോ. അത്രയും യോഗ്യത എനിക്കില്ല. 96 പോയിട്ട് 60% പോലും പാസ്സാകാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ട് എനിക്ക് എന്താണ് ഈ 96 കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. പരീക്ഷ നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്ക് പാസ്സാണോ ഫെയിലാണോ എന്ന് കാണിക്കും. അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് പാസ്സായെന്നുള്ള റിസൾട്ട് വന്നു. പാസ്സായ റിസൾട്ട് വന്നിട്ട് അവർ പറഞ്ഞ 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വരും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ മാർക്ക് ലിസ്റ്റിനകത്ത് 96 മാർക്കാണ് എനിക്ക് അന്ന് കിട്ടിയത്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മാതാവ് ആ മാർക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പം മാതാവ് നിശ്ചയിച്ചിരുന്നു എനിക്ക് 96 മാർക്ക് കിട്ടുമെന്നും ഈ പരീക്ഷയ്ക്ക് ആദ്യത്തെ അറ്റൻഡിൽ തന്നെ ഞാൻ ജയിക്കുമെന്ന് മാതാവ് എനിക്ക് നേരത്തെ തന്നെ കാണിച്ചു തന്നിരുന്നു. പിന്നെയുള്ള ഒരുപാട് പേപ്പറുകളും കാര്യങ്ങൾക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം മറ്റുള്ളവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അവിടെ നിൽക്കുന്ന സമയത്ത് പോലും എൻ്റെ ഓരോ വർക്കുകളും മുമ്പോട്ട് വന്നു. ജനുവരി 2-ാം തീയതി എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. മാർച്ച് 7-ാം തീയതി എനിക്ക് ടിക്കറ്റ് വരുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനും മാതാവും മുൻപേ ഇടപെട്ടു. എനിക്ക് മാർച്ച് 2-ാം തീയതി ടിക്കറ്റുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അവിടെ വരും, സാക്ഷ്യം പറയും. എൻ്റെ വിസയും ടിക്കറ്റുമായിട്ട് വന്നിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ടിക്കറ്റ് വരാൻ താമസിക്കുകയാണ്. മെനങ്ങാനായിട്ട് എനിക്ക് ടിക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ അവർ ഡേറ്റ് പറഞ്ഞു 2-ാം തീയതി വരുമെന്ന്. അപ്പം ഞാൻ ഇന്നലെ രാവിലെ എഴുന്നേറ്റു. മെനങ്ങാൻ രാത്രി എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും സാക്ഷ്യം പറയാൻ പോകാം. സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ ടിക്കറ്റ് വന്നാലും വന്നില്ലേലും ഞാൻ 25-ാം തീയതി പോയി അമ്മയ്ക്ക് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എൻ്റെ ഫോണിലേക്ക് മെയിൽ വന്നു, നിങ്ങൾക്ക് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മാർച്ച് 2-ാം തീയതി 4 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ്. നിസ്സാരമായിട്ടല്ല, ഖത്തർ മിനിസ്ട്രിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ്. ഇത്രയും കാലതാമസത്തിനിടയിൽ, അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് കുറേ വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ പലതവണ പല ജോലികളും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് ഫലവത്തായി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് വളരെ സമയ ചുരുക്കത്തിനുള്ളിൽ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാതാവ് തന്നൊരു അനുഗ്രഹം മാത്രമാണ്. 100% ഞാൻ വിശ്വസിക്കുകയാണ് ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈ ജോലിയിൽ എന്നും ഞാൻ ഈ മാതാവിനോട് കടപ്പെട്ടിരിക്കും. എൻ്റെ ജീവിതം മുഴുവനും മാതാവിനോടുള്ള സ്നേഹത്തിലും മാതാവിനോടുള്ള കടപ്പാടിലും മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എന്നും മാതാവിനെ അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനയോടും കൂടിയായിരിക്കും എൻ്റെ ഇനി മുമ്പോട്ടുള്ള ജീവിതങ്ങൾ. അതുകൊണ്ട് ഇത്രയൊക്കെ ഒരുപാട് എനിക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് രോഗസൗഖ്യത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കൊച്ചിലെ ഏകദേശം ഒരു 18 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ എന്തോ ഞാൻ അശ്രദ്ധമായി എടുത്തിട്ട് എൻ്റെ ചെവിയിലൊരു ഇഞ്ചുറി ഉണ്ടായി, ഒരു ഹോൾ ഉണ്ടായി. അതിൽ നിന്ന് നിരന്തരം എപ്പോഴും ചൊറിച്ചിലും വേദനയും പഴുപ്പും വന്നുകൊണ്ടിരുന്നത്. അതിന് എല്ലാ വർഷവും 1-2 പ്രാവശ്യം ENT കാണുകയും ആൻറ്റിബയോട്ടിക് എടുക്കുകയും ഇറിഗേഷൻ വരെ ചെയ്തു. വളരെ ബുദ്ധിമുട്ട്, IV ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്.
പക്ഷേ ഞാൻ നിയോഗം ഇവിടെ വന്ന് ഇപ്പം വെച്ച കൂട്ടത്തിൽ ആദ്യം വെച്ചതാണ് എൻ്റെ രോഗസൗഖ്യത്തെ പറ്റി. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് അനുഭവിക്കുന്ന എൻ്റെ ചെവിയുടെ ബുദ്ധിമുട്ട്, ഡോക്ടർമാരെ കാണിക്കും, ഡോക്ടർ പറയും പനി വരരുത്, ബുദ്ധിമുട്ട് വരരുത്, വന്നാലുടൻ തന്നെ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്ര ചെയ്താലും സക്സസ് ആകത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷനെ പറ്റി ഒന്നും ഒരു ഓപ്പറേഷൻ പോലും ചെയ്യാതെ എൻ്റെ ചെവിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടിക്ക് ശേഷം ഇന്നേ വരെ എനിക്കൊരു ENT കാണേണ്ട വരികയോ എൻ്റെ ചെവിയിൽ നിന്നും ഒരു പഴുപ്പോ വെള്ളമോ വരികയോ എൻ്റെ ചെവിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ നിമിത്തമാണ്. അതെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇനിയാണെങ്കിലും എൻ്റെ ആരോഗ്യത്തിലാണെങ്കിലും എൻ്റെ എല്ലാം ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് പൊന്നുപോലെ കാത്തുകൊള്ളുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ നടപ്പിലും എടുപ്പിലും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എന്ത് മനസ്സുകൊണ്ടെങ്കിലും ശകലം പോലും വിഷമിക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അമ്മ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടും. അമ്മ മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലാ ഭാഗത്തും എനിക്ക് ഒരുപാട് സംരക്ഷണം എൻ്റെ മാതാവ് തരുന്നുണ്ട്. എനിക്ക് അങ്ങോളം അതുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നുണ്ട്. ഞാനൊരു പാലിയേറ്റീവ് നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഫീൽഡ് വിസിറ്റാണ് കൂടുതലും. നമ്മൾ ഫീൽഡിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലൊരു തോന്നലുണ്ടാകും, ഇവർക്ക് ഈ പത്രത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല, പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവെക്കും. അതുപോലെ തന്നെ ഞാൻ അവർക്ക് പത്രം കൊടുക്കും, മാതാവിനെ പറ്റി പറയും. അതുകൊണ്ട് സ്റ്റാറ്റസ് വെക്കാറുണ്ട്. സ്റ്റാറ്റസ് വെക്കുമ്പോൾ പലരും എന്നോട് ഇതിനെപ്പറ്റി അന്വേഷിക്കും. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവെക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എല്ലാം നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ധനസഹായം ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ജിജിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ തെളിഞ്ഞു കാണുന്നത് അതുതന്നെയാണ്. ജിജിക്ക് ഏറ്റവും ആവശ്യം ദൈവം തന്നെ എൻ്റെ കൂടെ സഞ്ചരിക്കണം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്കുണ്ടാകണം എന്നുള്ള ഒരു വാശിയേറിയ പ്രാർത്ഥനയാണ്. കാരണം തൻ്റെ അയോഗ്യതകളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് എനിക്കിതിനൊന്നും യോഗ്യതയില്ല, ഒരു ഖത്തർ മിനിസ്ട്രിയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള യോഗ്യതകൾ എനിക്കൊന്നുമില്ല എന്ന് വീണ്ടും ജിജി ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയച്ചുരുക്കത്തിലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകൾക്ക് ഒരു പുതിയ ജോലി ലഭിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ മുൻപിൽ ഈശോ നമ്മെ ഏറ്റുപറയേണ്ടുന്ന ഒരു സാക്ഷ്യമാണിത്. കാരണം പിതാവിൻ്റെ മുൻപിൽ മനുഷ്യരുടെ ഇടയിൽ എന്നെ ഏറ്റുപറയുന്നതിന് പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഞങ്ങളെക്കുറിച്ച് ഏറ്റുപറയും എന്നുള്ളൊരു വലിയ വാഗ്ദാനം ഉടമ്പടിയിലൂടെ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. മകൾക്ക് ജിജിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ ഒരു സ്റ്റാറ്റസിനെ സ്റ്റാറ്റസിനെ ചെറുതാക്കിയ ജീവിതാവസ്ഥയിൽ നിന്നാണ്. തൻ്റെ യോഗ്യതകളൊന്നുമില്ല, ഞാൻ കണ്ട മറ്റു വ്യക്തികൾ എല്ലാവരും വളരെ ക്വാളിഫൈഡ് ആയവരാണ്, വളരെ അപ്പിയറൻസ്, അവരുടെ ലുക്ക് വളരെ വലുതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതും. പക്ഷേ സ്വപ്നദർശനത്തിൽ തന്നെ മകൾക്ക് ആ പരീക്ഷയിലുള്ള മാർക്ക് ഈശോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 96 എന്ന നമ്പർ ഈ മകൾക്ക് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് മകളുടെ പരീക്ഷ കഴിഞ്ഞപ്പോഴുണ്ടായ ആ കൃത്യമായ മാർക്ക്. 96% മാർക്കോടുകൂടിയാണ്. വൻ വിജയമാണ് 96. മകൾ തന്നെ പറയുന്നു, ഒരു ഫസ്റ്റ് ക്ലാസ്സിന് പോലും എനിക്ക് യോഗ്യതയില്ല, 60 മാർക്കിന് പോലും എനിക്ക് യോഗ്യതയില്ലാതിരുന്നപ്പോൾ എനിക്ക് 96 മാർക്ക് ലഭിച്ചാണ് എനിക്ക് പരീക്ഷ പാസ്സായത് എന്ന് മകളേറ്റ് പറയുന്നു. പരിശുദ്ധ അമ്മ അങ്ങനെ തന്നെയാണ് ദൈവപിതാവിൻ്റെ പ്രീതി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത ഏറ്റെടുക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് പരിശുദ്ധ മാലാഖ വന്ന് സന്ദേശം അറിയിച്ചപ്പോൾ, നീ ദൈവപുത്രനെ അമ്മയാകുമെന്ന മംഗളവാർത്ത തന്നപ്പോൾ ഞാൻ യൂദാവംശത്തിലെ ദാവീദ് രാജാവിൻ്റെ കുലത്തിൽ നിന്നാണ് എന്നൊന്നുമല്ല പരിശുദ്ധ അമ്മ പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന വളരെ ഹമ്പിളായ, വളരെ വിനീതമായ ഒരു പ്രസ്താവനയാണ് പരിശുദ്ധ അമ്മ അവിടെ ഇറക്കി
കൃപയ്ക്ക്. ഉടമ്പടി ജീവിതത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇതൊന്നും എൻ്റെ യോഗ്യതകളല്ല, ഞാൻ നഴ്സിംഗ് പഠിച്ചു, ഞാൻ BSc പഠിച്ചു, ഞാൻ MBBS പഠിച്ചു എന്നുള്ള യാതൊരു യോഗ്യതകളും നമ്മൾ ഏറ്റുപറയേണ്ട. കാരണം ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകും ജീവിതം ഏറ്റവും എത്തിപ്പിടിക്കുന്നത് ഈശോയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നിനും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജിജി പറയുന്നുണ്ട്, എന്നാലും നമുക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത് ഒരു മിഷണറി ആകാനുള്ള വലിയ ഉത്തരവാദിത്തമാണ്. നമ്മെ പ്രവാസിയായി നമ്മെ ദൈവം കൊണ്ടുപോകുന്നത് തന്നെ അവിടുത്തെ വചനം പങ്കുവയ്ക്കാനുള്ള, അവിടുത്തെ സാക്ഷ്യമേറ്റു പറയാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ്. ജിജി എവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനും അതുപോലെ തന്നെ ഈശോയെ ഏറ്റുപറയാനുള്ള വലിയ കൃപയുമായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൃപാസന മാതാവിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 1000 നന്ദി. അമ്മയുടെ പ്രത്യക്ഷീണ സാക്ഷിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് 1000 ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജോയൽ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഇടവക ചാത്തിയാത്ത് മൗണ്ട് കാർമൽ ചർച്ച്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് ഏപ്രിൽ 23, 2022 അതിനു മുന്നേ 2020 മുതൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6 കൊല്ലത്തോളമായി ഇപ്പോൾ ഒരു ഉടമ്പടി ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് ലഭിച്ച ഇതിപ്പോൾ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ മാതാവ് എനിക്ക് അവസരം നൽകുന്നത് ഇത് 4ാം തവണയാണ്. 15 തവണ എനിക്ക് ഉടമ്പടി പുതുക്കാനും മാതാവ് അനുഗ്രഹിച്ചു. കഴിഞ്ഞ കൊല്ലം 2025 സെപ്റ്റംബർ 8 എനിക്ക് ലഭിച്ച 2 വലിയ അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യമേ സാക്ഷ്യം. മാതാവിൻ്റെ ദിവസം എനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയ 2 കാര്യങ്ങളാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ അൾത്താരയിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം എൻ്റെ ഫാദറിന് കിട്ടിയ സൗഖ്യമായിരുന്നു. സെപ്റ്റംബർ 8 എൻ്റെ ഡാഡി ആ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഡയബറ്റീസ് ഫുഡ് ഇൻഫെക്ഷൻ ആയത് കാരണം ഡാഡി ഹോസ്പിറ്റലിൽ ആ ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു. ഡാഡിയുടെ ഇൻഫെക്ഷൻ ഒരു രീതിയിലും കുറയുന്നില്ലായിരുന്നു. ആദ്യം ഇഞ്ചക്ഷൻ ചെയ്തു, പിന്നീട് ട്രിപ്പിട്ടു, ആൻറ്റിബയോട്ടിക്സ് ട്രിപ്പിട്ടു. എന്ത് ചെയ്തിട്ടും ഇൻഫെക്ഷൻ ഒട്ടും കുറയുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഡാഡി ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ എനിക്ക് മനസ്സിൽ അച്ഛൻ, ഇവിടുത്തെ ജോസഫ് അച്ഛൻ നമ്മുടെ ഓൺലൈൻ റിട്രീറ്റിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. കാരണം കൃപാസനത്തിൽ 2004 മാതാവ് പ്രത്യക്ഷപ്പെടുത്തിയതാണ്. ഇവിടുത്തെ ജപമാല അത്രയും 1 കൊല്ലം നീണ്ടു നിന്ന അഖണ്ഡ ജപമാലയുടെ അവസാനമായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ആ പ്രസംഗമാണ് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡാഡിയുടെ കാലിൽ ഇൻഫെക്ഷൻ ഇത് കുറയുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അവസാനത്തെ ഒരു ആയുധമായിട്ട് ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഇനി 1000 മണി ജപമാല ഞാൻ ഡാഡി അഡ്മിറ്റായ അന്ന് മുതൽ ഞാൻ ചൊല്ലാൻ തുടങ്ങി. ഡാഡിയുടെ അടുത്ത് നിന്ന് ബെഡിൻ്റെ അടുത്തിരുന്ന് ഡാഡിയുടെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ച് കൊടുത്ത് ഉടമ്പടി തൈലം ഡാഡിക്ക് പുരട്ടി കൊടുത്ത് ഞാനായിരുന്നു ബൈസ്റ്റാൻഡർ. ഞാൻ ഡാഡിയുടെ അടുത്തിരുന്ന് 1000 മണി ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ 4 ദിവസം കണ്ടിന്യൂസ്ലി ചൊല്ലി. എന്നിട്ട് 5ാം ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 5ാം ദിവസമായി ഇൻഫെക്ഷൻ ഒട്ടും കുറവില്ല, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം 2 കൊറിന്ത്യൻസ് 13:1 അതായത് ഇത് മൂന്നാം തവണയാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നത്. 2 or 3 പേരുടെ മൊഴിയിൽ ഏതു കാര്യം സ്ഥിരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള വചനമാണ് കിട്ടിയത്. എനിക്കപ്പോൾ തന്നെ എനിക്ക് ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായി. കാരണം എൻ്റെ ഫാദറിന് ഇങ്ങനെ ഡയബറ്റീസ് ഫുഡ് ഇൻഫെക്ഷൻ വരുന്നത് 3ാം തവണയാണ്. ആദ്യത്തെ 2 തവണയും മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും ശരിയായി. ഇത് 3ാം തവണയാണ് ഇതിങ്ങനെ ക്രിട്ടിക്കൽ ആവുന്നതും ആശുപത്രി അഡ്മിറ്റ് ആവുന്നതും ഒരു രീതിയിലും ഇൻഫെക്ഷൻ കുറയാതിരിക്കുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഈ കാര്യത്തിൽ ഇടപെട്ടു എന്ന്. അപ്പോൾ അതിനുശേഷം ഞാനന്ന് ഹോസ്പിറ്റലിൽ വരികയും മമ്മിയോട് ഈ കാര്യം പറയും. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു കസിൻ ടീന എന്ന് പറഞ്ഞ ഒരു 3rd കസിൻ, എൻ്റെ ഒരു കസിൻ അന്ന് എനിക്കൊരു സാക്ഷ്യം അയച്ചിരുന്നു. ഇതുപോലെ കാല് മൊത്തം ഇൻഫെക്ഷനായി കാല് മൊത്തം തൊലിയെല്ലാം പോയ ഒരാളുടെ സാക്ഷ്യം എനിക്ക് അയച്ചു തന്നിരുന്നു. അത് സൗഖ്യപ്പെട്ട സാക്ഷ്യം അയച്ചു. അത് ഞാൻ എൻ്റെ മമ്മിയോട് ആ സമയം ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പറഞ്ഞ സമയത്ത് അതിനുശേഷം എൻ്റെ ഫാദർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കാലയിൽ ഇപ്പോൾ ആരോ തൊടുന്നത് പോലെ തോന്നുന്നു. 5 തവണ ഡാഡിയുടെ കാലയിൽ ആരോ ഇങ്ങനെ തഴുകുന്ന പോലെ, ആ പ്രശ്നമുള്ള കാലം ആരോ തഴുകുന്നത് പോലെ 5 തവണ അനുഭവപ്പെട്ടു എന്ന് ഡാഡി പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനും മമ്മിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ ഒരു അനുഭവത്തിന് ശേഷം
ഹോസ്പിറ്റൽ പിന്നീട് അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡാഡിയുടെ ഇൻഫെക്ഷൻ നന്നായിട്ട് കുറഞ്ഞു എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അതുവരെ ഒരു രീതിയിലും ഇൻഫെക്ഷൻ കുറയുന്നില്ലായിരുന്നു. ഈ ഒരു അനുഭവത്തിന് ശേഷം ഇൻഫെക്ഷൻ നന്നായിട്ട് കുറയുകയും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അവർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചത്, ഡാഡി ആണെങ്കിൽ ചെറുപ്പം മുതലേ മുടങ്ങാതെ ദിവ്യബലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഇൻഫെക്ഷൻ വന്ന് കാലയിലെ വിരലൊക്കെ പോയ ഡാഡിക്ക് പിന്നെ ഓൾറെഡി ഒരു വിരൽ ഗാൻഗ്രീനായി പോയി. ബാക്കിയുള്ള വിരലും കൂടി നഷ്ടപ്പെട്ടു പോയ ഡാഡിക്ക് നടന്നു പോയി പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയോ വീട്ടിൽ തന്നെ ഇരുന്ന് പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ ഡാഡിക്ക് വരല്ലേ എന്ന് നിയോഗമാണ് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചത്. അത് മാതാവ് പ്രാർത്ഥന കേൾക്കുകയും ഡാഡിക്ക് സൗഖ്യം കൊടുക്കുകയും ഇപ്പോൾ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് 6 മാസം ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുവെങ്കിലും 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡാഡിയോട് പറഞ്ഞ് നമുക്ക് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോകാം. ഡോക്ടർ ഒട്ടും പുറത്ത് പോകണ്ടെന്നാണ് പറഞ്ഞത്, എങ്കിലും ഞാൻ ഡാഡിക്ക് കോൺഫിഡൻസ് കൊടുക്കും, ഇൻഫെക്ഷനൊന്നും ആവില്ല, നമുക്ക് കുർബാനയ്ക്ക് പോകാം. അങ്ങനെ ഡാഡിയായിട്ട് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഡാഡിയെ പ്രത്യേകം കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം അന്നൊന്നും ഡാഡിയുടെ കാല് ശരിക്കും ഉണങ്ങിയിട്ടില്ലായിരുന്നു ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട്. പക്ഷേ എന്നാലും നമുക്ക് മാതാവിലുള്ള വിശ്വാസം കാരണം നമ്മളെല്ലാവരും കുടുംബത്തോടെ വരികയും ഡാഡിയും ക്യൂവിൽ 5.5 മണിക്കൂർ ക്യൂ നിന്ന് മാതാവിനെ മുത്തി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഡാഡിയുടെ കാല് പൂർണ്ണമായിട്ടും സൗഖ്യമായി. ഡാഡി ഇപ്പോൾ വളരെ നോർമലായി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ഒരു 1/2 മണിക്കൂറോളം നടന്നാണ് പോകുന്നത്. യാതൊരു കുഴപ്പവുമില്ല. മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് അന്നേ ദിവസം തന്നെ എനിക്ക് എൻ്റെ ഓഫീസിൽ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. കാരണം അന്നേ സമയം ഞങ്ങളുടെ കമ്പനി ലേ ഓഫ് പ്രഖ്യാപിച്ചിരുന്നു. കറക്റ്റ് ആ സമയത്താണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്രോജക്റ്റ് വർക്ക് അതൊരു നോർമലി ആ പ്രോജക്റ്റ് വർക്ക് നോർമലി തീർന്നു. അത് ഓഗസ്റ്റ് മാസത്തോടെ നമ്മൾ ഓൾറെഡി ആ പ്രോജക്റ്റിൽ നിന്ന് റിലീസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ സമയം കമ്പനി ലേ ഓഫ് പറഞ്ഞപ്പോൾ ആ സമയത്ത് ബെഞ്ചിൽ പോയ എനിക്ക് ആകെ പ്രശ്നമാണ്. കാരണം ലേ ഓഫ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ പ്രോജക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അച്ഛൻ ധ്യാനപ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. നീരാഞ്ജനം ചെയ്ത് ദൈവത്തിന് സമർപ്പിച്ചതെല്ലാം ദൈവത്തിൻ്റേതാണ്, ദൈവത്തിൻ്റെ എല്ലാം ദൈവജനത്തിൻ്റേതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ഞാൻ അവിടെ എല്ലാം ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവി ഈ കമ്പനിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരൊന്നും വരല്ലേ, എന്നെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച ആ ജോലി എനിക്ക് നൽകിയത് ദൈവമാണ്. അപ്പോൾ ദൈവം അറിയാതെ എന്നെ ആ കമ്പനിയിൽ നിന്ന് ആർക്കും പിരിച്ചുവിടാൻ പറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ സെപ്റ്റംബർ 8 വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പൊതുവെ ആ സമയത്ത് മീറ്റിംഗ് ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ആ മീറ്റിംഗ് വിളിച്ചതെന്ന് എനിക്ക് അപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട് ബാക്കിയുള്ളവർ പൊയ്ക്കോന്ന് പറഞ്ഞു. ആ മീറ്റിങ്ങിൽ നിന്ന് പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ പ്രൊജക്റ്റിൽ നിന്ന് കാരണം ഓൾറെഡി വർക്കൊക്കെ തീർന്നിരിക്കുകയാണല്ലോ, പ്രൊജക്റ്റിൽ നിന്ന് റിലീസ് ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ച് ഇനി എന്തായാലും എന്തുപോലും വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ആ സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രം ഒരു സേഫ് റോളിലോട്ട് അവർ മാറ്റി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം ആ മാനേജർ ഞാനുമായിട്ട് യാതൊരുവിധ പരിചയമില്ല. പുള്ളിയാണെങ്കിൽ വേറൊരു ലൊക്കേഷനിലുള്ള ഒരാളുമായിരുന്നു. ആ മാനേജറും ഞാൻ ഉൾപ്പെടെ കുറച്ച് പേരെ വേറൊരു പുതിയ റോളിലോട്ട് 2 മാസത്തേക്ക് മാറ്റി. ശരിക്കും ആ ഒരു സമയമാണ് കൂടുതൽ പ്രശ്നമുള്ള സമയം. ആ ഒരു ജോലിയൊന്നും നഷ്ടപ്പെടാതെ മാതാവ് എനിക്ക് പരിപൂർണ്ണ സംരക്ഷണം നൽകി. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മോനെ കുറിച്ചാണ്. എൻ്റെ മോൻ്റെ കണ്ണിലൊരു കുരു വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് കുഞ്ഞിലെ കണ്ണിൽ ഇങ്ങനെ കുരു വന്നിട്ടുണ്ട്. അത് സർജറി ചെയ്ത് മാത്രമാണ് നീക്കാൻ സാധിച്ചത്. അപ്പോൾ സർജറി ചെയ്തതിന് ശേഷമാണ് ഹസ്ബൻഡിൻ്റെ കണ്ണിനും കാഴ്ചയ്ക്ക് ഇങ്ങനെ വരികയും കണ്ണാടി വയ്ക്കുകയും ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് അതേപോലത്തെ കുരുവാണെങ്കിൽ മോനും കണ്ണാടി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് മോനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറും ഇത് തന്നെ കൺഫേം ചെയ്തു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ആഴ്ച സമയം ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഈ ഓപ്പറേഷൻ കൂടാതെ തന്നെ മോൻ്റെ കണ്ണിലെ കുരു മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. അത് വെള്ളിയാഴ്ച, അപ്പോൾ ശനിയാഴ്ചയാണ് പോകണമെങ്കിൽ വെള്ളിയാഴ്ച വരെ ആ കുരുവിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ ആ സമയത്തെല്ലാം പൊതുവെ 1000 മണി ജപമാല ചെല്ലാറ്. അപ്പോൾ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് വൈകുന്നേരത്തേക്ക് ആക്കിയിട്ട് രാവിലെ 1000 മണി ജപമാല ചെല്ലാൻ മനസ്സിലൊരു പ്രേരണ തോന്നി. അത് പ്രകാരം ഞാൻ രാവിലെ
സാറ്റർഡേ രാവിലെ 1000 മണി ജപമാല ചൊല്ലി അതിന് ശേഷം ഡോക്ടറിൻ്റെ അടുത്ത് മകനെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ആ കുരു അവിടെ കണ്ണിലില്ല, ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മോന് തന്നെ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും നേരം അവന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു കുരു ഉള്ള പോലെ അവന് തോന്നിയിരുന്നു. പക്ഷേ ഡോക്ടർ നന്നായിട്ട് ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു ആ കുരു ഇപ്പോൾ ഇല്ല, മോന് ഇനി ഓപ്പറേഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. ഇനി അടുത്ത സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു വണ്ടി വിൽക്കാനുണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ ഒരു 6 മാസത്തോളം ഞാൻ വിൽക്കാൻ ശ്രമിച്ചു. OLX ഇട്ടു. ഒരു കാര്യമായൊരു റെസ്പോൺസും കിട്ടിയില്ല. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ മെറിറ്റിൽ തന്നെയാണ് ആശ്രയിച്ചത്. OLX ഇട്ട് വിറ്റു പോകരുത്, ഇതിന് വേണ്ടി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല, മര്യാദയ്ക്കുള്ളൊരു റെസ്പോൺസ് പോലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആയുധം വെച്ചു കീഴടങ്ങി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം ഇല്ലാതെ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നാണ് ഇനി അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യമുള്ളത്, അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഇതൊന്ന് വിറ്റ് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ OLX ഒന്നും കൂടി ഇട്ടു. അതിട്ട് ഒരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരാൾ എൻക്വയറി വരികയും അന്നേ ദിവസം തന്നെ അയാൾ വന്ന് ആ വണ്ടി എടുത്തോളാമെന്ന് ഓക്കെ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ഡിമാൻഡ് RC ആ പുതിയ വാങ്ങിക്കുന്ന ആളുടെ പേരിലോട്ട് മാറ്റിയാലേ വണ്ടി കൊടുക്കുകയുള്ളൂ എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഡിമാൻഡ് പുള്ളി അംഗീകരിച്ചു. പക്ഷേ ഉടനെ ഇത് നടത്തണമെന്ന് പറഞ്ഞു. ഇത് ട്രാൻസ്ഫർ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലന്ന് ഹസ്ബൻഡ് അപ്പോൾ തലേന്നാണ് ബാംഗ്ലൂർ പോയത്. അപ്പോൾ ഇനി 1-2 ആഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇതിൻ്റെ RC ഓണർ ഞാനാണെങ്കിലും എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അന്ന് അത്ര വശമില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. പലരോടും അഭിപ്രായം ചെയ്തപ്പോൾ ചിലർ അഗ്രിമെൻറ്റ് എഴുതി ചെയ്യാം, ചിലർ പറഞ്ഞു ആ പ്രോസസ്സൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനെപ്പോഴും സംശയമുള്ളപ്പോൾ എപ്പോഴും ബൈബിളാണ് തുറക്കുന്നത്. ബൈബിൾ തുറന്ന് നോക്കി. ഇപ്പോൾ ജെറമിയ 32:14 എന്ന വചനമാണ് എനിക്ക് കിട്ടിയത്. ആധാരം എഴുതി ആധാരത്തിൻ്റെ പകർപ്പും ഏറെ നാൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മൺകിലത്തിൽ വെച്ച് സൂക്ഷിക്കുക എന്നുള്ളൊരു വചനമാണ്. അപ്പോൾ ആധാരം എന്നുള്ളൊരു വാക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പണ്ടും ഈ വചനം വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതമായിട്ട് ആ സമയത്ത് അപ്പോൾ ബന്ധമില്ലപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോൾ ആധാരം എഴുതി സൂക്ഷിക്കുക എന്നുള്ള വചനം കിട്ടിയപ്പോൾ എനിക്കത് മനസ്സിലായി. ദൈവം മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് മുന്നോട്ട് പോവുകയും ആ കാര്യം വളരെ ഭംഗിയായിട്ട് ദൈവം നടത്തി തരികയും ചെയ്തു. സമയബന്ധിതമായി തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുതിയ RC ഓണറിന് പേര് മാറി കിട്ടുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഇനിയും പിന്നെ ഞാൻ ഇപ്പം എല്ലാ മാസവും ഞാനിവിടെ കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എല്ലാ ഭാഷയിലുമുള്ള പത്രം ഞാൻ വാങ്ങിക്കാറുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. പിന്നെ ചിലപ്പോഴും ഹിന്ദിക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഹിന്ദി വായിക്കാൻ അറിഞ്ഞൂടെ, ബംഗാളി മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കാരണം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ബംഗാളി പത്രങ്ങൾ വാങ്ങിക്കുകയും ബംഗാളികളെ കാണുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യും. ഞാനെപ്പോഴും പല ഭാഷകളുള്ള പത്രങ്ങൾ എപ്പോഴും കയ്യിൽ വയ്ക്കും. കാരണം എപ്പോഴാണ് ആൾക്കാരെ കാണുന്നത്, പല ഭാഷയുള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ കാണില്ലല്ലോ. കാണുമ്പോൾ മാതാവിനെ പറ്റി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർക്ക് വായിക്കാൻ പറ്റുന്ന ഭാഷയിൽ പത്രം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് കൃപാസനമായിട്ട് ബന്ധമുള്ള എല്ലാവരും ചേർന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. എല്ലാ ശനിയാഴ്ചയും നമ്മൾ അതിൽ 1000 മണി ജപമാല നമ്മളെല്ലാവരും ഒരുമിച്ച് ചെല്ലുകയും മാസത്തിലൊരിക്കലും നമ്മൾ ഒരു മാനസിക ഒരു നോൺ ക്രിസ്ത്യൻ ഒരു സ്ഥാപനമുണ്ട്, അവിടെ ചെന്ന് മാനസിക രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും കൂടാതെ അവിടെ ഇരുന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ആദ്യം നമ്മൾ അവിടെ ഭക്ഷണം ഞാനും കൃപാസനത്തിൽ ഉടമ്പെടുത്ത് വേറൊരു ആൻറ്റിയും കൂടി ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഫുഡ് ആദ്യം വിളമ്പി കൊടുത്തിട്ടാണ് പോവാറ്. പിന്നെ എനിക്ക് തന്നെ അത് തോന്നി ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കൃപാസനത്തിൻ്റെ കാര്യപ്രവൃത്തി ആവുമല്ലോ. അച്ഛൻ പറയാറുണ്ടല്ലോ ദൈവത്തെ മഹത്വപ്പെടുത്തി ചെയ്താലേ ആവുള്ളൂ. പിന്നീടാണ് നമ്മൾ ഇങ്ങനെ അവിടെ വരാന്തിയിൽ നിന്ന് ജപമാല ചൊല്ലാനുള്ള പെർമിഷൻ ആ മേലധികാരിയോട് ചോദിക്കുകയും അവർ സമ്മതിക്കുകയും നമ്മൾ എല്ലാ മാസവും ഈ ഫുഡ് കൊടുത്തതിന് ശേഷം ആദ്യം വരാന്തിയിൽ നിന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. അതിന് ശേഷം പിന്നെ മാറി വന്ന മേലധികാരി നമുക്ക് വേണ്ടി ഒരു മുറി സജ്ജീകരിച്ചു തന്നു, സർവ്വമത പ്രാർത്ഥനാലയം പോലെ. അവിടെ മാതാവിൻ്റെ ഈശോയുടെയൊക്കെ രൂപം വെച്ചൊരു മുറി സജ്ജീകരിച്ചു തന്നു. നമ്മളപ്പോൾ ഫുഡ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ മാനസിക രോഗികളും നമ്മുടെ കൂടെ വന്നിരുന്ന് കൊന്ത ചെല്ലാറുണ്ട്.
അതോടൊപ്പം തന്നെ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് അച്ഛൻ പറയുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോവുകയും ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല, കാരണം ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ചെല്ലുന്നത്. അപ്പോൾ തന്നെ മനസ്സിൽ തോന്നി ക്യാൻസർ പേഷ്യൻസിൻ്റെ വാർഡിൽ പോകാം. അങ്ങനെ ക്യാൻസർ പേഷ്യൻസിനെ കണ്ട് വേണ്ട സഹായം കൊടുക്കുകയും അങ്ങനെ തുടങ്ങി. പിന്നീട് കാരുണ്യ പ്രവൃത്തി മാത്രമല്ല, ഈ ഓരോ തവണയും നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ക്യാൻസർ പേഷ്യൻസിനെ കാണുമ്പോൾ അവർക്ക് കാരുണ്യ പ്രവൃത്തി മാത്രമായിട്ടല്ല, എനിക്കതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കൂടിയാണ് തോന്നുന്നത്. കാരണം മിക്ക ക്യാൻസർ പേഷ്യൻസും അസുഖമെല്ലാം വന്ന് അവരുടെ ഹോപ്പ് എല്ലാം പോയി ഇരിക്കുകയായിരിക്കും. നമുക്ക് മാതാവിന് ഈശോയെ പറ്റി പറയാനും അതോടൊപ്പം തന്നെ അവർക്ക് ഉടമ്പടി എടുത്തവരും ആ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് ആ ഉടമ്പടി എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കാനും സാധിക്കാറുണ്ട്. ഞങ്ങൾ ഇനിയും ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കാനും ജീവിതകാലം മൊത്തം ഉടമ്പടി ജീവിതത്തിൽ നിൽക്കാനും മാതാവിനോട് അനുഗ്രഹം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന. ഉടമ്പടിയിലൂടെ ദൈവം നമ്മളെ വിളിക്കുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നാം ഒരാളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മളിലൂടെ നമ്മുടെ ജീവിതത്തിന് ചുറ്റുപാടുമുള്ള അനേകർക്ക് അനുഗ്രഹമാകുവാൻ, വെളിച്ചമാകുവാൻ, വിശ്വാസം പകരുവാൻ, അവരുടെ ജീവിതത്തെ കുറെ കൂടി ഔദാര്യത്തിൽ അനുഗ്രഹിക്കുവാൻ നമ്മളെ വിളിക്കുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ. നമുക്കതിനോട് ആത്മാവ് ചേർത്ത് വയ്ക്കുവാനാകുമെങ്കിൽ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ട്, നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾക്ക് ദൈവികമായ സ്പർശമുണ്ട്, നാം ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് കർത്താവിൻ്റെ സൗഖ്യമുണ്ട്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക്. എൻ്റെ പേര് നിഷാദ്. ഞാൻ എറണാകുളം ജില്ലയിലെ എളമക്കര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 29/9/2024 ഇപ്പോൾ എൻ്റെ 5ാമത്തെ ഉടമ്പടിയിലാണ്. ഇതിനു മുൻപ് ഒരു സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് ഈശോയിലൂടെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് സാക്ഷ്യം പറയാൻ ഇതുപോലെ ഞങ്ങൾ ഒരുക്കിയതിനും ഈ നിമിഷം ഇതുപോലെ സാക്ഷ്യം പറയാൻ ഈ പുണ്യ അൾത്താരയിൽ നിൽക്കുവാനുള്ള വലിയ കൃപ ലഭിച്ചതിനും അമ്മ മാതാവിനും ഈശോയിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യം പോലെ തന്നെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലാത്ത നിയോഗത്തിലാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. പക്ഷേ അത് ഉടമ്പടിയിലൂടെ തന്നെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അമ്മ തന്ന ഏറ്റവും വലിയ കൃപയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ രോഗസൗഖ്യ സാക്ഷ്യം ഇപ്പോൾ എനിക്ക് പറയാനുള്ളതും അതുപോലെ തന്നെയുള്ള സാക്ഷ്യമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യം അമ്മ നൽകി. ഞാനിവിടെ ഉടമ്പടി എടുത്തത് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോഴാണ്. ആ സമയത്ത് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. പക്ഷേ ഒരു ജോലിയോ മറ്റോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, രോഗസൗഖ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അന്ന് രോഗസൗഖ്യം തന്ന് ഈ നിമിഷം വരെ ഞങ്ങളെ പൊന്നുപോലെ അമ്മ മാതാവ് പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഈ നിമിഷം ദൈവമേ, ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയോട് നന്ദിയുള്ള മകളായിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ 18 വർഷം മുമ്പ് ഉപേക്ഷിച്ച എൻ്റെ കരിയർ, ഞാനൊരു MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനാണ് ആയിരുന്നു അന്ന്. ഇപ്പോൾ വീണ്ടും ഈ 18 വർഷത്തിന് ശേഷം ഞാൻ മറന്നുപോയി, ഞാൻ ഉപേക്ഷിച്ച് വിട്ട എൻ്റെ ഒരു ജീവിതം തിരികെ കിട്ടിയ പോലെ ഈ 4.5 മാസമായിട്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മ മാതാവ് വഴി ഈശോയോടാണ്. അമ്മയിലൂടെ ഈശോ തന്ന അനുഗ്രഹമായിട്ട് എനിക്കത് ബോധ്യപ്പെട്ടു. കാരണം എനിക്ക് ഈ ഒരു അവസരം വന്ന ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ് ഞാൻ അമ്മയോട് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഗിഫ്റ്റാണെന്നൊന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. ആ ഒരു ടൈമിലാണ് എനിക്ക് ഇതുപോലെ ലാബിലേക്കുള്ള ഒരു വേക്കൻസി ഉണ്ട്, ബയോഡേറ്റ കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ട് എൻ്റെ എൻ്റെ വൈഫ് അനിയത്തി വഴിയാണ് ആ ലാബിലെ ഇൻചാർജ് അവളുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ
അതുവഴിയാണ് ആ ഒരു ഇത് വന്നതെങ്കിലും എനിക്കൊട്ടും തന്നെ ധൈര്യമില്ലായിരുന്നു. കാരണം ഇത്രയും നാൾ ഗ്യാപ്പ്, 18 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്തും ജോലിക്ക് അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിൽ കിട്ടാൻ യാതൊരുവിധ സാധ്യതയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ എനിക്കിത് അമ്മ തന്നതാണെങ്കിൽ എനിക്ക് കുറേയൊക്കെ ഈ ഒരു ഫീൽഡിനോട് ആ ഒരു ഇഷ്ടവും ഇതും ഒക്കെ പോയിരുന്നു. കാരണം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് പോലും മറന്നുപോയി, ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് പോലും മറന്നിരിക്കുന്ന സമയമായിരുന്നു. മാതാവിനോട് ചോദിച്ച പ്രകാരം എനിക്ക് അടയാളങ്ങൾ കിട്ടി. കാരണം ഞാൻ ഇത്രയും ഗ്യാപ്പായിട്ട് ചെല്ലുമ്പോൾ തിരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ഫെയിലായി പോരാൻ ഒരിക്കലും അമ്മ എനിക്ക് ഇടയാക്കരുത്. എനിക്ക് അമ്മ ഒരു അടയാളം തന്നെ. കാരണം ഇത് അമ്മ വഴിയാണെങ്കിൽ മാത്രമേ എനിക്ക് അത് തുടർന്ന് അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കയറിയതുപോലെ തന്നെ തിരിച്ചെനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതും പ്രകാരം അവിടുത്തെ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ഇൻചാർജ്, അവർ ലാബിൽ ഇൻചാർജ് മാലിനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഞങ്ങൾ തമ്മിൽ പുറത്ത് അപ്രതീക്ഷിതമായി കാണുകയും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഇന്ന പോലെ എനിക്ക് ഗ്യാപ്പുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനെല്ലാം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ ധൈര്യം തരികയും കുഴപ്പമില്ല ഞാനുണ്ടല്ലോ വാ എന്ന് പറഞ്ഞെന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലാനും എനിക്ക് അപ്പോഴാണ് അവിടെ മാലിന്യ ഉടമ്പടി എടുത്തതാണ്. അതുപോലെ അവിടെയുള്ള സീനിയറായിട്ടുള്ള ചേച്ചി ഉടമ്പടി എടുത്തതാണ്. ജസ്റ്റ് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി അത് ഉടമ്പടിയിലേക്കാണ്. അതുവഴി ഉടമ്പടിയിലൊരു കൂട്ടായ്മ അവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് അമ്മ എന്നെ വിളിച്ചതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അവിടെയുള്ള ആ ലാബിൽ ഇപ്പം ഞാൻ 4.5 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. ഏറ്റവും സന്തോഷത്തോടുകൂടി എനിക്ക് ചെയ്യാൻ എന്താണോ പറ്റില്ല എന്ന് വിചാരിച്ചത് അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ എൻ്റെ കൈ പിടിച്ചു. എല്ലാ ദിവസവും ഞാൻ അവിടെ കയറുമ്പോൾ ഉപ്പിട്ട് വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പാലിയേറ്റീവ് കെയറിൽ എനിക്ക് ആ കൂട്ടത്തിൽ അസിസ്റ്ററിൻ്റെ കൂടെ ആ സിസ്റ്ററും ഉടമ്പടി എടുത്തതാണ്. മേരി സിസ്റ്റർ, മാതാവിൻ്റെ പേരുള്ള സിസ്റ്ററാണ്. സിസ്റ്ററുടെ കൂടെ ഞാൻ പാലിയേറ്റീവ് കെയറിലും എനിക്ക് പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഉദ്ദേശിക്കാത്തൊരു വഴിയിലൂടെയാണ്. ഒരിക്കലും ഞാൻ തിരിച്ച് ഇതിലേക്ക് പോകുമെന്ന് ചിന്തിക്കാത്തൊരു കാര്യത്തിലേക്കാണ് അമ്മ എന്നെ കൊണ്ടുപോകുന്നത്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഇപ്പോൾ 4.5 മാസമായിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്ത് പോരുന്നു. അപ്പോൾ എന്നെ ഈ ഏറ്റവും സന്തോഷത്തോടു കൂടി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ചെയ്യാൻ അനുവദിച്ച അമ്മയ്ക്ക്, അതുപോലെ അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. എന്നെ ഒരു ചെറിയൊരു കൊച്ചിനെ പോലെ എന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. കാരണം ഞാൻ ഒരു സ്ഥലത്തും കുറച്ച് നാളിലപ്പുറം തുടർന്ന് പോകുമെന്ന് എൻ്റെ വീട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നതാണ്. എപ്പോഴും അവിടെ കയറിയ സമയം തൊട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ 4.5 മാസം പൂർത്തിയാക്കാൻ അമ്മ അനുവദിച്ചതിനോർത്ത് കൊടാനുകോടി നന്ദി പറയുന്നു. അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഉടമ്പടിയിലൂടെ ഒത്തിരി വിശ്വാസമാണ്, അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സിനി ചേച്ചിയുടെ മരുമകൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു. നീ മാതാവിൻ്റെ ആളല്ലേ, നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതിന് പ്രകാരം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ ചേച്ചിയുടെ മരുമകന് അതുപോലെ അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വിദേശത്തേക്ക് പോകാൻ പറ്റി. അതെന്നെ അവരോട് സന്തോഷത്തോടെ പറയുക, അവരിവിടെ വന്ന് നന്ദി പറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഇതെൻ്റെ 2 മക്കളാണ്. മൂത്തയാൾ ശ്രീഭദ്ര, രണ്ടാമത്തെ ആൾ ശ്രീയ. ഇവർ 2 പേരുടെ സാക്ഷ്യം ഞാൻ ഇതിനു മുന്നേ രോഗസൗഖ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീഭദ്രയുടെ ഒരു രോഗസൗഖ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അവൾക്ക് ഞങ്ങൾ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞ ടൈമാണ്. ആ സമയത്ത് ചെവിയിലൊരു ഇൻഫെക്ഷൻ വരികയും അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഇയർ ഡ്രമ്മുമായിട്ട് ബെൻഡായി, അങ്ങനെയുള്ള ചെറിയ പ്രശ്നമാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് ഒരു പ്രൊസീജിയറിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ, നോർമലായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അത് ആ രീതിയിൽ ഡോക്ടർ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതൊന്നുമല്ലാതെ അവൾക്ക് ഒരു ദിവസം അവൾ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടാകുമായിരുന്നു, എപ്പോഴും തലവേദന ഉണ്ടാകുമായിരുന്നു. അത് കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് കരുതി അവൾക്ക് കണ്ണടയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അവളൊരു 9th സ്റ്റാൻഡേർഡ് മുതൽ കോവിഡ് കഴിഞ്ഞ് കോവിഡിന് ശേഷം അവൾക്ക് കണ്ണട വെക്കേണ്ടി വന്നു. അതിനൊക്കെ ശേഷം തലവേദന എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും ആൾക്ക്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ നിരന്തരം ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ പ്രകാരം ഒരു ദിവസം രാവിലെ ഞാൻ ഇവളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇവളുടെ ചെവിയിലൂടെ ഒത്തിരി ഒരു ഫ്ലൂയിഡ് പോലെ ഇവളുടെ ചെവിയിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ ബ്ലഡ്
ബ്ലഡിൻ്റെ അംശവും ഉണ്ട്. ഇങ്ങനെ ഫ്ലൂയിഡ്, പില്ലോയും ബെഡും നനയുന്ന രീതിയിൽ അത്രത്തോളം ഒരു ബക്കറ്റിൽ എന്തോരം കൊള്ളാം ആ രീതിയിലുണ്ടെന്ന് വേണം പറയാൻ. കാരണം ബെഡും നനഞ്ഞു, പില്ലോ നനഞ്ഞു, ആകെ നമ്മൾ പേടിപ്പിക്കുന്ന രീതി. പക്ഷേ അത് ഡോക്ടറിനെ കണ്ടപ്പോൾ അത് ചെവിയിൽ ഇൻഫെക്ഷൻ അല്ല, വേറെ എന്തോ പ്രശ്നമാണ്, നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കണം, ന്യൂറോ ആരെങ്കിലും കാണിക്കണം എന്നാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ ഞാൻ മാതാവിനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അവൾക്ക് അന്ന് അവിടെ അമ്മ ചെയ്തത് വലിയൊരു സർജറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് പ്രാർത്ഥനയിലൂടെ അവളുടെ ഒരു പിക്ചർ അമ്മ കാണിച്ചു തന്നു. അവളിങ്ങനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും അമ്മയാണ് തലേ ദിവസം ഞാൻ ഇവളുടെ റൂമിലേക്ക് പോകാൻ ചിന്തിച്ചപ്പോൾ അവിടെ അമ്മയുണ്ട്. അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. അമ്മയെ കാണുവാൻ ധൈര്യമുണ്ടെങ്കിൽ, പേടിക്കാതെ കാണുവാൻ പറ്റുമെങ്കിൽ മാത്രം ആ മുറിയിലേക്ക് പോയാൽ മതി എന്നെൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ഞാൻ ആ മുറിയിലേക്ക് പെട്ടെന്ന് പോയില്ല. പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഈ ഫ്ലൂയിഡ് വന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ അവൾക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അമ്മ അത് അവൾക്ക് കൊടുത്ത രോഗസൗഖ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് ഇതിന് മുന്നത്തെ സാക്ഷ്യത്തിൽ അന്ന് പറഞ്ഞ സാക്ഷ്യത്തിൽ പറയേണ്ടതായിരുന്നു. അത് വിട്ടുപോയത് കൊണ്ട് തന്നെ എന്നെ വീണ്ടും വീണ്ടും അമ്മ ഇത് ഓർപ്പിക്കുമായിരുന്നു, സാക്ഷ്യം പറയുമ്പോൾ ഇത് പറയണമെന്ന്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ മകളുടെ തന്നെ അനുഭവമാണ്. അവൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ, രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് +1 ആയിരുന്നപ്പോൾ ഇവൾ പ്രൊഫഷൻസി എന്ന് പറഞ്ഞ ഇവർക്കൊരു അവാർഡുണ്ട്. വേണ്ടി ഇവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഇവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് ആ ഒരു ടോപ്പറായിട്ടുള്ള ആ ഒരു അവാർഡ് അവൾക്ക് കിട്ടിയില്ല +1. അപ്പോൾ അവൾക്ക് അതൊരു ഭയങ്കരമായിട്ട് മാനസികമായി ഒത്തിരി വിഷമം ഉണ്ടാക്കിയതാണ്. ഞാൻ അപ്പോൾ അത് നിയോഗമായിട്ടൊന്നും വെച്ചില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായി, അമ്മേ അവൾ ആഗ്രഹിച്ചതാണ്, അവൾക്ക് അമ്മ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം കൊടുക്കുവാൻ, അവളുടെ കൂടെ അമ്മ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി അവൾക്ക് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാനും ഈ പ്രാവശ്യം ആ അവാർഡ് അവൾക്ക് കിട്ടുവാനിടയാകണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി പ്രാർത്ഥനകളിലും സായന പ്രാർത്ഥനകളിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഈ പ്രാവശ്യം പ്രൊഫഷൻസിയുടെ അവാർഡ് കിട്ടുവാനും അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡിൽ പോകാറുണ്ട്. അവിടുത്തെ ഓരോ രോഗികളെയും സമയമെടുത്ത് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഒരു 4:30-5 മണിക്ക് ആ വാർഡിലേക്ക് കയറിയാൽ ഒരു 7:30 ആകുമ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. അതുപോലെ സമയമെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് അമ്മ പറഞ്ഞ എണ്ണ മാത്രം ആദ്യം 15 പൊതി ഭക്ഷണം കൊണ്ടുപോകായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാർക്ക് തികയാതെ വന്നു. വീണ്ടും അതൊരു 20 ആക്കി. അപ്പോഴും അമ്മ ഒരു സംഖ്യ പ്രാർത്ഥിച്ച് എനിക്കൊരു സംഖ്യ പറഞ്ഞു തരണമെന്ന്. അങ്ങനെ 27 പൊതി കൊണ്ടുപോയപ്പോൾ അത് അവിടെ ധാരാളമാണ്. അവർക്ക് എല്ലാവർക്കും തികയാൻ എപ്പോഴും 27 പൊതി കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായിരിക്കും. അവിടെ ആൾ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ആ 27 പൊതി അവിടെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് എല്ലാ ആഴ്ചയിലും സാധിച്ചു. അതിൽ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് ഇതുപോലെ കാരുണ്യപ്രവൃത്തി വരാൻ സമയമില്ല എന്ന് പറയുമ്പോൾ അവരതിലേക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞ് സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ആ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞൊരു മാസം അവിടെ ഭക്ഷണപ്പൊതി കൊണ്ടുപോകാനായിട്ട് കർശനമായിട്ടുള്ള വിലക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ പോകാൻ പറ്റാത്തപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മാതാവ് എന്നെ അടുത്ത വഴിയിലേക്ക് വേറൊരു വഴി നമുക്ക് കാണിച്ചു തന്നെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഭക്ഷണവുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് വഴിയിലുണ്ട് ആ ഭക്ഷണം ആവശ്യമുള്ള. അങ്ങനെയുള്ള മക്കൾക്ക് വണ്ടി എടുത്തിറങ്ങുമ്പോൾ കറങ്ങി ഭക്ഷണങ്ങൾ കൊടുത്തു വരാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മാതൃഭവനത്തിൽ, അമ്മമാരുടെ ഭവനത്തിൽ പോവാറുണ്ട്. എനിക്ക് എൻ്റെ ഈ ഒരു ജന്മം ഒന്നിനും ഉപകാരമില്ല, ആർക്കും ഒരു പ്രയോജനമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരാഴ്ച ഞാൻ മുടങ്ങിയാൽ വരാൻ പറ്റാതിരുന്നാൽ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മമാരാണ്. അവരുടെ പ്രാർത്ഥനയും സ്നേഹവും കാണുമ്പോൾ ഉടമ്പടിയൊക്കെ കുറേ നാൾ മുന്നേ എടുക്കേണ്ടതായിരുന്നു. ഇതെല്ലാം ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിത രീതിയാണ്. ദൈവം ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ജീവിത രീതിയാണെന്ന് ബോധ്യമായത് ഉടമ്പടിയിലൂടെയാണ്. ഇവിടെ വന്നപ്പോഴാണ്, അച്ഛൻ്റെ ക്ലാസ്സുകൾ കേട്ടതിലൂടെയാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് നമ്മളുടെ പ്രാർത്ഥനയും നമ്മളൊരു കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചിരിക്കലും അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ഇടയിലും രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് സന്തോഷത്തോടെ പറയും, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മോള് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഓരോ അസുഖങ്ങൾ മാറിക്കിട്ടിയതെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾക്കല്ല, ഞാൻ ഇവിടെ വരുമ്പോൾ മാതാവിനോട് പറയുന്ന, അമ്മേ ഞാനിവിടെ മുട്ടുമേൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജപമാല ചൊല്ലാനാണ് വരുന്നത്, അതുകൊണ്ട് എന്നെ വരാൻ തടസ്സപ്പെടുത്തരുതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും തടസ്സപ്പെടുത്താതെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ വരാറുണ്ട്. ഇന്നിപ്പോൾ 2-ാം തീയതി ആയിപ്പോയത്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറഞ്ഞ് ഉടമ്പടി എടുപ്പിച്ച ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് പുതുക്കേണ്ടത് ഇന്നാണ്. അവർക്ക് ഇന്ന് വരാനായിട്ട് സൗകര്യമുള്ളത് കൊണ്ട് അവരും പിന്നെ മക്കളായിട്ട് വരാൻ വേണ്ടിയാണ് 2-ാം തീയതി. 1-ഓ 2-ഓ എന്നുള്ള അപ്പുറത്തേക്ക് ഒരിക്കലും ഇന്ന് വരെ മാറിപ്പോയിട്ടില്ല. തുടർച്ചയായിട്ട് അമ്മയുടെ സന്നിധിയിലേക്ക് വരുവാനും പത്രം എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോകാനും അതെല്ലാ മക്കൾക്കും കൊടുക്കുവാനും നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞ് തന്നെ സന്തോഷത്തോടെ കൊടുക്കുവാനും അത് ക്ഷമയോടെ കേട്ടിരിക്കുന്നതും അത് ഉടമ്പടിയുടെ വേണ്ട പത്രം വേണ്ട എന്ന് പറയുന്നവർ നമ്മുടെ അനുഭവം പത്രം വേണ്ടെങ്കിൽ മേടിക്കണ്ട, ഞങ്ങൾ പറയുന്ന ഒരു 2 മിനിറ്റ് കേൾക്കാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾക്ക് സമയം തന്നെ ആൾക്കാർ പിന്നെ പത്രം മേടിച്ചിട്ടാണ് പോവാറുള്ളത്. അങ്ങനെ ഒത്തിരി പേര് ഉടമ്പടി മുടങ്ങിക്കിടക്കുന്ന ഒത്തിരി പേര് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഉടമ്പടി പുതുക്കി ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോരുന്നുണ്ട്. ഒത്തിരി പേർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കൃത്യമായിട്ട് ഒരിക്കലും മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഒരു അക്രൈസ്തവയാണ്, എന്നാൽ പോലും എനിക്ക് ദിവ്യബലിയിൽ പങ്കുചേരാൻ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ പോലും എന്നോട് ഞാൻ രാവിലെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ 6:30-ക്ക് ഡ്യൂട്ടിയിൽ കയറേണ്ട എന്നോട് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറയാനായിട്ട് അമ്മ മാതാവാണ് ആ മക്കളെ അതിനു വേണ്ടി ഒരുക്കിയതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ നിമിഷവും ഞങ്ങളെ പൊന്നുപോലെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നതിനും ഈ നിമിഷം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെ വന്ന് നിൽക്കാനും ഇനി എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഇതുപോലെ വന്ന് നിൽക്കണമെന്ന് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അമ്മയുടെ മുമ്പിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ നന്ദി, യേശുവ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവരെ നയിച്ചത് കർത്താവാണ്. നിഷയുടെ മക്കളോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നിഷയുടെ ആധ്യാത്മിക ആസ്തിയെക്കുറിച്ചാണ്. നിഷ പറയുന്ന ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയാണ്. നിഷയ്ക്ക് ആധ്യാത്മിക ആസ്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഇവിടുത്തെ താൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളിലൂടെയും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. ഉടമ്പടി മുടങ്ങിക്കിടക്കുന്ന മക്കളിലേക്ക് കടന്നു ചെന്ന് അത് പുതുക്കിയെടുക്കുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അവരുടെ വിശ്വാസം ആഴപ്പെടുത്തുവാനുമുള്ള ഒരു ഉത്സുകതയാണ്. എല്ലാവരും ഈശോയെ കണ്ടെത്തണമെന്നുള്ള വലിയ ഒരു വേട്ടയാടൽ അല്ലെങ്കിൽ ഒരു വെട്ടിപ്പിടിക്കലാണ്. ഈശോയെ സ്നേഹിച്ചാൽ മാത്രമേ ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വലിയ മിഷൻ വർക്കാണ് ഈ മകൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ഈശോയെ എപ്പോഴും കണ്ടെത്തുകയാണ്. ഈശോയ്ക്ക് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും അഗതികളായിരിക്കുന്നവരെയെല്ലാം ചെന്ന് കണ്ട് അവരോടുകൂടെ സമയം സ്പെൻഡ് ചെയ്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞ് നിഷ ചെന്നില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറവ് തോന്നുന്നത് പോലെ ഈശോയുടെ ഒരു സാമീപ്യം അവർക്ക് നൽകാൻ സാധിക്കുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണെന്ന് ഇന്ന് നിഷ ഏറ്റു പറയുകയാണ്. ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത് പോലെ 5-ാം അധ്യായം 4-ാം തിരുവചനം, ലോകത്തിന്മേലുള്ള നമ്മുടെ വിജയം എല്ലാ ലൗകിക അഭിവാഞ്ചകളെയും മറികടക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുവചനങ്ങളിലൂടെ അച്ഛൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഉപവിയോടെ ചെയ്താൽ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന് നമുക്കുറപ്പുണ്ട്. നമ്മുടെ ഉപവി പ്രവൃത്തികളെല്ലാം തന്നെ ഈശോയെ രഹസ്യമായി സ്നേഹിക്കുന്ന അവിടത്തോട് മാത്രം നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. നാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈശോയെ സ്പർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ മധ്യസ്ഥതയിലുള്ള ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ്. അവിടെ വിശ്വാസത്തിൻ്റെ അവസാനത്തെ സർവകലാശാലയായ ആ ഉപവിപ്രവൃത്തികൾ ഇന്ന് ഏറ്റെടുത്തുകൊണ്ട് വലിയ ആസ്തി ഈ ജീവിതത്തിന് മകളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
സമയച്ചുരുക്കത്തിൻ്റെ അമ്മ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരവസ്ഥയാണ്. 18 വർഷത്തെ ഗ്യാപ്പാണ് മകൾക്ക് MLT പഠിച്ചതിന് ശേഷം ഒരു നല്ല ക്ലിനിക്കിൽ ജോലി ലഭിക്കുവാനും അവിടേക്ക് ചെന്ന് കയറിയത് ഒരു മിഷൻ വർക്കിനാണെന്നുള്ള ബോധ്യത്തോടെയാണ് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ ലാബിൽ മകൾ ഇന്ന് നിഷ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വചനങ്ങളിലൂടെ അവർക്ക് ഈ ജോലി അമ്മ തന്നെ തന്നതാണ് എന്നുള്ള ഒരു ആഴമായ വിശ്വാസമേ മകൾക്കുണ്ടായത് വചനങ്ങളിലൂടെയുള്ള ഒരു അടയാളം ലഭിച്ചത് മൂലമാണ്. അതുപോലെ തന്നെ മകളുടെ തലവേദനയും ചെവിയുടെ ഇൻഫെക്ഷനുമെല്ലാം ഈശോ തന്നെ സൗഖ്യപ്പെടുത്തിയതായി ഈ മകൾ ഏറ്റുപറയുകയാണ്. ഈശോ തൊടുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു എഫാത്ത, ഒരു തുറക്കപ്പെടട്ടെ എന്നൊരു അനുഭവമാണ്. നമ്മുടെ ഈശോ നമ്മെ തൊടുമ്പോഴുള്ള ആ തുറന്നു കിട്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ തുറവിയുടെയും ഈശോയിലേക്ക് അടുക്കുവാനുള്ള ആ ഒരു ആധ്യാത്മിക തുറവി നമുക്ക് ലഭിക്കുന്നത് വചനങ്ങളിലൂടെയെല്ലാമാണ്. ഉടമ്പടി നാം എത്ര വിശ്വസ്തയോടുകൂടി ചെയ്യുന്നു എന്ന നിഷയുടെ വാക്കുകളിൽ തന്നെ ഈ സാക്ഷ്യമേറ്റ് പറയുകയാണ്. നമ്മൾ ദൈവിക സ്വഭാവത്തിൽ വളരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അധികാരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് സൗഖ്യം ലഭിക്കുവാനും അവരെ ഈശോയിൽ ആഴപ്പെടുത്തുവാനും പരിശുദ്ധ അമ്മയിലേക്ക് തിരിച്ചു വരുവാനൊക്കെയുള്ള വലിയ സൗഭാഗ്യമാണ് ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നിഷയെ പോലെ 1000 മക്കൾ 10000 മക്കൾ ഇന്ന് ലോകമെമ്പാടും ഓടി നടന്ന് ഈശോയെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ മുമ്പിൽ നമ്മെ ഈശോ ഏറ്റുപറയാൻ മാത്രം നാം വളരുന്നത് ഉടമ്പടിയിലൂടെയാണെന്നുള്ളൊരു നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നാം ഉടമ്പടി നിത്യകാലം ജീവിക്കും, നിത്യതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നിഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.